Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അവൾ പറഞ്ഞത് പ്രകാരം ഇപ്പോ ആ ഒരു വലിയ മാൻഷൻ തേടി നമ്മുടെ ആൾക്കാരെല്ലാവരും എത്തിയിരിക്കുകയാണ്. അവർ ആ മാൻഷൻ നോക്കും, അതൊരു ഹിഡൻ പ്ലേസിൽ അങ്ങനെ ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. എൻഡവറും ചുറ്റുമുള്ള സൂപ്പർ ഹീറോസും പരസ്പരം മുന്നറിയിപ്പ് കൊടുക്കും. ചുറ്റും വലിയ ട്രാപ്പുകൾ കാണും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ശത്രുക്കൾ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാടി വീണേക്കാം. അവരത് പറയുന്ന അതേ സമയം തന്നെ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ അവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് യാതൊരു പേടിയും കൂടാതെ ആ മാൻഷന്റെ അകത്തേക്ക് പോവാണ്. പുറകിൽ നിന്ന് എൻഡവർ അവനെ തടയാൻ ശ്രമിച്ചിട്ട് പോലും അവരത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കടന്നു പോകും. അവന്റെ ഒറ്റ ലക്ഷ്യം ഡബോറയെയും അതുപോലെ തന്നെ ആൽഫാർ വണ്ണിനെയും അവരെ രണ്ടുപേരെയും പിടിച്ചെടുക്കുക എന്നത് മാത്രമാണ്. ഹീറോയ്ക്ക് തൊട്ടു പിന്നാലെ എൻഡവറും ടീമും ഇപ്പോ അകത്തേക്ക് വരും. അവരാണെങ്കിൽ ചുറ്റും നോക്കും, അവിടെ എവിടെയും ആരെ കാണാനില്ല. പക്ഷേ ആൽഫാർ വണ്ണിന്റെ ശബ്ദം മാത്രം അവർക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഉടനെ പ്രൊജക്ടറിൽ ആളുടെ വിഷ്വല് അതങ്ങനെ ഓപ്പൺ ആവുകയാണ്. ആളാണെങ്കിൽ ഹായ് ആയിട്ട് അവരെ നോക്കി ചിരിച്ച് കളിയാക്കിക്കൊണ്ട് പറയും, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. എങ്കിലും ഇസുക്ക് പയ്യൻ, എനിക്ക് നിന്നെ ഓർത്ത് അത്ഭുതമാണ് തോന്നുന്നത്. നിന്നെ നശിപ്പിക്കാൻ വന്ന പെൺകുട്ടിയെ പോലും നീ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. സത്യത്തിൽ നീ ശരിക്കും ഒരു നന്മമരം തന്നെയാണെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. ഇസുക്ക്, ഇപ്പൊ ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. മറ്റാരും എനിക്ക് ഒരു ഇരയേ അല്ല. ഞാൻ ആ സെല്ലിലുണ്ടായിരുന്ന കാലം മുഴുവൻ വൺ ഫോർ ആൽ പവറും നീയും, നിങ്ങൾ രണ്ടുപേരുമായിരുന്നു എന്റെ സബ്ജക്റ്റ്. എന്റെ അടുത്ത ലക്ഷ്യം അത് നീ തന്നെയാണെന്ന് പറഞ്ഞ് ആ ഒരു സ്ക്രീൻ അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാം ജസ്റ്റ് മിസ്സിന് അവിടുന്ന് അങ്ങനെ തെന്നി മാറും. അതുകൊണ്ട് ആർക്കും തന്നെ പരുക്ക് പറ്റില്ല. ഓക്സ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കും. ആ ഒരു പെൺകുട്ടിക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അവൾ ഓക്കെ കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അവളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറിയില് ലീഗ് ഓഫ് വില്ലൻസിന്റെ ട്രേസ് പോലും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താനായില്ല. സോ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നിരാശയോടുകൂടെ നിൽക്കും. അവരാണെങ്കിൽ കാര്യമായിട്ട് ഒരു കാര്യം ചിന്തിക്കും, എങ്ങനെ പോവാണെങ്കിൽ അത്ര വേഗമൊന്നും ആ ഒരു ആൽഫാർ വണ്ണിനെ പിടിക്കാനായിട്ട് കഴിയില്ല. സോ സൂപ്പർ ഹീറോസിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവരെ വേഗം കണ്ടെത്താനായിട്ട് കഴിയും. അതിന് ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഓൾറെഡി ഒരുപാട് സൂപ്പർ ഹീറോസ് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞു. മാത്രമല്ല നമുക്കിടയിൽ തന്നെ വില്ലന്മാർക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന ചില സൂപ്പർ ഹീറോസ് ഉണ്ട്. അവർ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മളെ തോൽപ്പിക്കാനുള്ള ചാൻസ് അതവർക്ക് കൂടുതലായിരിക്കും. അത് കേട്ട് എൻഡവർ ആണെങ്കിൽ ഇപ്പൊ ആ തീരുമാനത്തിൽ നിന്ന് മാറും. കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മൗണ്ട് ലേഡിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത്. പക്ഷെ ആൽഫാർ വൺ എന്തുകൊണ്ടായിരിക്കും അവന്റെ ആൾക്കാരോടും അല്ലെങ്കിൽ ഈ ലോകത്തോടും ഇസുക്ക് പയ്യന്റെ കയ്യിൽ വൺ ഫോർ ആൽ പവറുള്ള കാര്യം പറയാത്തത്? അത് എൻഡവർ പറയും. അപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് നമ്മുടെ ഇസുക്ക് പയ്യനെ ഐസൊലേറ്റ് ചെയ്യും. അവന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ സംഭവിച്ച അവർക്ക് അവന്റെ അടുത്തേക്ക് എത്താനോ വൺ ഫോർ ആൽ പവർ നേടിയെടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ്. അതേസമയം ടോഡ്രോക്കി ആണെങ്കിൽ എൻഡവറിനെ വിളിക്കുകയാണ്. ഡോബി പയ്യനെ പിടിക്കാനായിട്ട് അവർ ഒരുമിച്ചാണ് പ്ലാൻ ചെയ്തത്. മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യനെ അഭിനന്ദിച്ചതിന് ശേഷം അവന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതൊന്നും തന്നെ മേടിക്കാതെ അടുത്ത മിഷന് വേണ്ടി കടന്നു പോകാൻ ശ്രമിക്കും. ഹീറോയുടെ ഭയം അത് മറ്റൊന്നുമല്ല, ആ ഒരു ആൽഫാർ വൺ അടുത്ത എന്റെ ലക്ഷ്യം നീയാണെന്ന് വളരെ വ്യക്തമായി ഹീറോയോട് പറഞ്ഞതാണ്. സോ അവന്റെ മാസ്റ്റർ അവനോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അപകടം അതവന്റെ മാസ്റ്ററിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ അവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കും. പക്ഷെ മാസ്റ്റർ വിടാതെ അവനെ പിന്തുടരും. ഒറ്റയ്ക്ക് ഇത്രയും വലിയ ബേർഡൻ അത് നീ ചുമക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഇത് ഫേസ് ചെയ്യാം. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് അങ്ങനെ പറന്നു പോവാണ്. ആ ഒരു ലെൻസ് അങ്ങനെ താഴെ വീണ് പൊട്ടുകയാണ്. അത് കാണുമ്പോൾ മാസ്റ്ററിന് ഒരുപാട് വിഷമം. അപ്പൊ ദൂരത്തായിട്ട് ആ ഹീറോ കില്ലർ സ്റ്റെയിൻ അവൻ എല്ലാ കാര്യങ്ങളും കേട്ട് അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഹീറോ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഊണും ഉറക്കമില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻഡവർ ആണെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യും. നീ ഇപ്രകാരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയായിരിക്കും വലിയ പ്രശ്നം. ഓൾറെഡി നമ്മൾ മറ്റു നേഷൻസിൽ നിന്ന് സൂപ്പർ ഹീറോസിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെത്രയും വേഗം ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇസുക്കാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ അവർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും മുൻപോട്ടേക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ വൺ ഫോർ ആൽ യൂസേഴ്സ് ഒരു ഹീറോയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ബോഡിയിലെ മുറിവുകൾ അതിനിയും ഹീലായിട്ടില്ല. പക്ഷെ ഹീറോ ആണെങ്കിൽ അതും കേൾക്കാൻ തയ്യാറാവില്ല. അവരാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. നമ്മൾ നമ്മുടെ പവറുകളെല്ലാം അവന് കൊടുത്തു, നമ്മൾ ഇനി ചില കാര്യങ്ങൾ കൂടെ അവന് കൊടുക്കാനുണ്ടെന്ന് പറയും. കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ഇവിടെ ഒരുപാട് പേരെ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വൺ ഫോർ ആൽ പവർ അതങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കാണെങ്കിൽ അവൻ ആൽഫാർ വൺ ആണോ എന്ന് സംശയം തോന്നും. അവരാണെങ്കിൽ ഹീറോയെ കണ്ട് ഭയപ്പെട്ട് നാനാഭാഗത്തേക്ക് ഓടും. ഹീറോയ്ക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അവന്റെ വിഷമവും ദേഷ്യമൊക്കെ കൂടുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും
സംഭവിച്ചാലും എത്രയും പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭയവും ഭീതിയും അത് കൂടിക്കൂടി വരും. അത് എനിക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എത്രയും വേഗം ഞാൻ വൺ ഫോർ ആൾ പവർ അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചെടുത്തേ പറ്റൂ. അതല്ല എങ്കിൽ ആ വില്ലന്മാർ എന്നെ കീഴ്പ്പെടുത്തും. ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ആ പഴയ ഹാപ്പി ലൈഫ് അത് തിരികെ കിട്ടാനായിട്ട് പോകുന്നില്ല. അത് തിരികെ പിടിക്കാനായിട്ട് ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വില്ലന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ ലിമിറ്റുകൾക്കപ്പുറം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോൾ ടയേർഡായിട്ട് തളർന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു വില്ലനെ അവൻ ശ്രദ്ധിക്കുക. അവനെയും ആൽഫാർവൺ പറഞ്ഞയച്ചതാണ്. ഞൊടിയിടയിൽ അവന്റെ അടുത്തേക്ക് വരും. ഓ, നിന്നെയും ആ ആൽഫാർവൺ അവൻ ഹയർ ചെയ്തോ? എനിക്കറിയേണ്ടത് ആ ആൽഫാർവൺ എവിടെയാണെന്നാണ്. അത് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് നീ തന്നെ എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. അവനാണെങ്കിൽ ഇപ്പൊ ഞൊടിയിടയിൽ അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ജനങ്ങളെ അവരെ കൺട്രോളിലെടുത്ത് ഇപ്പൊ ഹീറോയ്ക്ക് നേരെ അയക്കും. ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങളാണ് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ അവരെ ഉപദ്രവിക്കില്ല എന്ന് അവന് നന്നായിട്ടറിയാം. അവനെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും കൽപ്പിച്ച് ജനങ്ങളെ തല്ലി ബോധം കെടുത്തി ഒരു മൂലക്കിട്ട് അവന് നേരിടുക, അല്ലെങ്കിൽ അവന് സ്ട്രെയിറ്റ് ആയിട്ട് തലക്കടിച്ച് താഴെയിടുക. ഇതിലേതെങ്കിലും ഒരു വഴി മാത്രമേ ഹീറോയ്ക്ക് ഇപ്പോൾ ഉള്ളൂ. സിക്കിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജനങ്ങളെ ഉപയോഗിച്ച് ഇപ്രകാരം ചെയ്യുന്നത് കാണുമ്പോൾ അവന് ഒരുപാട് വിഷമം തോന്നുകയാണ്. ഓ നോ, ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നും അറിയാത്ത ഈ പാവം ജനങ്ങളെയാണ് അവൻ കരുവാക്കുന്നതെന്ന് പറയും. ഇവിടെ ജനങ്ങളാണെങ്കിൽ ഇസക്കിനോട് വിളിച്ചു പറയും, ഞങ്ങളോടൊന്നും തോന്നരുത്, ഞങ്ങളുടെ കൺട്രോൾ അത് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ അവന്റെ കൺട്രോളിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇസക്കിന്റെ മാസ്കും ഗാഡ്ജറ്റും ഒക്കെ വലിച്ചു പറിക്കാനായിട്ട് തുടങ്ങും. ഇസക്കാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എങ്ങനെയെങ്കിലും നിങ്ങളെ സേവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അതിന് ശ്രമിക്കാനായിട്ട് തുടങ്ങും. ആ സമയം മാസായിട്ടൊരാൾ വന്ന് ഇപ്പോ ആ വില്ലന്റെ തലയ്ക്ക് തന്നെ ഒരു അടി കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവനെ കണ്ട് ഞെട്ടും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഹീറോ അവൻ ആ സ്കൂൾ വിട്ടു പോകുന്ന സമയം അവർക്ക് എഴുതി വെച്ച ആ ഒരു ലെറ്റർ അത് വായിച്ച് കച്ചാപ്പയ്യനാണെങ്കിൽ തീർത്തു പറയും അവൻ പോയത് ആ എൻഡവറിന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. ലാസ്റ്റ് ടൈം ജീനിസ്റ്റും ഓക്സും ഇസുക്കിനെയും എൻഡവറിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അതിനുശേഷം മുതൽ എന്തൊക്കെയോ ചില ഡിഫറൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ US സ്കൂളിൽ ഇപ്പോൾ പഴയതുപോലെ ക്ലാസ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ ഹൈലി സെക്യൂർഡ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ എൻഡവറിനെയും മാസ്റ്ററിനെയും അവരെ രണ്ടുപേരെ സമീപിക്കുകയാണെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. അവൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. അതിനാണെങ്കിൽ തീർത്തു പറയും ആൽമേറ്റ് മാസ്റ്ററുമായിട്ട് ഹീറോ അവനൊരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും അവർ പുറത്തു പറയില്ല. എത്രയും വേഗം അവരെവിടെയാണെന്ന് കണ്ടെത്തണം. ഉടനെ ഉറാറക്കാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഈ ഒരു സ്കൂളിലാണ് ഗ്രാജുവേറ്റ് ആയത്. സോ നമുക്ക് പ്രിൻസിപ്പളിനോട് കാര്യം അവതരിപ്പിച്ച് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് വിളിച്ചു വരുത്താം. സോ അവരാണെങ്കിൽ ആ കാര്യം പ്രിൻസിപ്പളിനോട് പറഞ്ഞ് പ്രിൻസിപ്പൾ ആണെങ്കിൽ എൻഡവറിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ഇപ്പോ ടോഡ്രോക്കിയും കച്ചാപ്പായും എല്ലാവരും ചേർന്ന് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യങ്ങളെല്ലാം എൻഡവറിൽ നിന്ന് മനസ്സിലാക്കിയ കച്ചാപ്പയ്യനും ടോഡ്രോക്കിയും ഒക്കെ തീർത്തു പറയും ഒരു കാരണവശാലും അവർ രണ്ടുപേരെ ഒറ്റയ്ക്ക് ഇതിലേക്ക് ഇറക്കി വിടാൻ പാടില്ല. അവർക്ക് രണ്ടുപേർക്കും ആത്മാർത്ഥത വളരെ കൂടുതലാണ്. അവരവരുടെ ജീവൻ പണയപ്പെടുത്തിയും പലതും ചെയ്യും. അങ്ങനെ വിടാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ഫേസ് ചെയ്യണം. അവർ പറയുന്നത് കേൾക്കുമ്പോൾ എൻഡവറിനും അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നും. എൻഡവർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ ട്രാക്ക് ചെയ്യാനുള്ള ആ ഒരു ഡിവൈസ് കയ്യിലെടുക്കും. അത് കണ്ട് നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ അതങ്ങനെ തട്ടിയെടുക്കുകയാണ്. ഒട്രോക്കിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. ആ വൺ ഫോർ ആൾ പവറിനെ കുറിച്ച് ഒരു വാക്കുപോലെ ഹീറോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, എന്ത് വില കൊടുത്തും നമുക്ക് അവന്റെ ജീവനും വൺ ഫോർ ആൾ പവറും സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരതിന് തയ്യാറാവും. എൻഡവറിനാണെങ്കിൽ ടെൻഷൻ കൂടും. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളെ കൊണ്ട് ഇത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ പ്രിൻസിപ്പൾ ആണെങ്കിൽ അവരോട് പറയും സത്യത്തിൽ അവന് ആ വൺ ഫോർ ആൾ പവറുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവൻ ഇവിടേക്ക് വന്ന വലിയ ആപത്താണ്. പക്ഷെ അവൻ US സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചേർന്നത് ഫേസ് ചെയ്യും. അവനെ എല്ലാവരും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് ഉറാറൊക്കെ അടക്കം എല്ലാവരും ഷോക്കാവും. നിങ്ങൾ എന്താ ഈ പറയണേ? ഒരുപാട് ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്ത് ഈ സ്കൂളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അവൻ ഇവിടേക്ക് കൊണ്ടുവന്ന അവർക്ക് എല്ലാവർക്കും ലൈഫ് ത്രെഡ് ആണ്. പ്രിൻസിപ്പൾ ആണെങ്കിലും അപ്പോഴും ഹായ് ആയിട്ട് പറയും ഇവിടെ US സ്കൂൾ ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഇവിടെ ആൽമേറ്റ് പോലും ഈ ഒരു സ്കൂളിന്റെ പഴയ സ്റ്റുഡൻ്റ് ആണ് ആൽമേറ്റ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ ചെറുക്കും എന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ആ വില്ലനെ ഇടിച്ച് താഴെയിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ കച്ചാപ്പയ്യൻ. അവനും ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വന്ന് ആ വില്ലനെ തകർത്ത് താഴെയിടും. ഞങ്ങളെല്ലാവരും അവന്റെ കൺട്രോളിൽ നിന്ന് വിട്ടുവരികയാണ്. ഹീറോ ആണെങ്കിൽ ഷോക്കായിട്ട് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്ന്, നിങ്ങൾ കൂടെ ഇവിടേക്ക് എത്തിയ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് പറയും. പിന്നെ അവർ പറയും നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് ഫേസ് ചെയ്ത് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.